ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വെജ് പാസ്തയാണ്. ഞാനിവിടെ ഒരു 2-3 വെറൈറ്റി വീട്ടിലുണ്ടാക്കും. അപ്പോൾ ഇന്ന് റെഡിയാക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും കൂടി ആ ഒരു റെസിപ്പി ഷെയർ ചെയ്യുക എന്ന് കരുതിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഓണിയൻ വേണം. ആ ഒരു ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കണേ. നമ്മുടെ ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്യുക. ശേഷം നമ്മുടെ ക്യാബേജ് ഇതുപോലെ കുനുകുന അരിഞ്ഞ് വയ്ക്കണേ. അതുപോലെ ക്യാപ്സിക്കം ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വയ്ക്കുക. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനിലേക്ക് കുറച്ച് പെപ്പർ ആൻഡ് സോൾട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കണേ. ഈ സമയത്തേക്ക് നമ്മുടെ വെള്ളം വയ്ക്കാം. പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തേക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല, അതുകൊണ്ടാണ്. ശേഷം നമ്മുടെ ബട്ടർ ഇടാം കടായിലേക്ക്. ചിക്കൻ അതിലിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നൊക്കെ ഇരിക്കും, പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ടേസ്റ്റ് വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ ഇവിടെ വെള്ളം തിളച്ചു. നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ട് നന്നായി ഇളക്കി ഞാൻ തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാമേ. അതേ കടായി തന്നെ നമുക്ക് കുറച്ചും കൂടി ബട്ടർ ഇട്ടതിന് ശേഷം ഒണിയൻ ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ടൊമാറ്റോയും കൂടി ആഡ് ചെയ്യണേ. ഇതെല്ലാം ഒന്ന് നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഗ്രീൻ ചില്ലിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണേ. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ സമയത്ത് നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാസ്തയിൽ നിന്ന് കുറച്ച് വെള്ളം ഒന്ന് ആ ഒരു വഴറ്റിയ സാധനങ്ങളൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സമയം അതൊക്കെ റെഡി ആയപ്പോൾ നമ്മുടെ വെജീസ് ആഡ് ചെയ്തേ. നമ്മുടെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്രഞ്ചിനെസ് വേണ്ടിയിട്ട് നിലനിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തേ ഉള്ളൂ. ശേഷം ഞാൻ കുറച്ച് കെച്ചപ്പും കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് ഓക്കെ ആയതിനു ശേഷം എൻ്റെ കയ്യിൽ ചീസിൻ്റെ ഷീറ്റാണ് ഇരുന്നത്, അതൊന്ന് മെൽറ്റ് ചെയ്യാനിട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ ഷ്രെഡ് ചെയ്തതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ ആയി വന്നപ്പോൾ നമ്മുടെ പാസ്തയും കൂടി ഒന്ന് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഒരു ടേസ്റ്റിന് ആൻഡ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നന്നായിട്ട് ഇളക്കണം കേട്ടോ, എങ്കിലേ എല്ലായിടത്തും ഇത് ആവത്തുള്ളേ ആ മസാലയെല്ലാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ ബൈ.